കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, സേതുവും മിത്രനും ശ്രീഹരിയും കൂടെ തട്ടുകട ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇന്ദ്രൻ അങ്ങോട്ട് വന്ന ഉടനെ സേതുവിനെ കണ്ടപ്പോഴേ ചോദിച്ചു, ഓഹോ നീ ഉണ്ടായിരുന്നു ഇവിടെ, ഞാൻ നിന്നെ ഒരിക്കലും ഇവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. മാധവമേനന്റെ മോന്. പക്ഷെ മാധവമേനന്റെ മോനാന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞ ഇന്നലെയാ. അല്ല സേതു, നീ എന്താ ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചേ? അല്ല എനിക്കറിയില്ലായിരുന്നു കേട്ടോ, അത്രയും വലിയൊരു മനുഷ്യന്റെ മോനാണ് നീ എന്നുള്ള കാര്യം. എന്നാലും സമ്മതിച്ചു തന്നിരിക്കുന്നു പറയണ നിന്നെ. ഈ സമയം സേതു ഒന്നും മിണ്ടിയില്ല. അല്ല, കോടീശ്വരന്റെ പുത്രനായിട്ട് നീ എന്തിനാടാ ഇങ്ങനെ പന്തലിന് കുഴിയെടുത്തോണ്ട് നടക്കണേ? അച്ഛന്റെ മാനം കളയാനായിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട സേതുവിന് ദേഷ്യം വന്നു. സേതു പറഞ്ഞു, അതെ അതെന്റെ ഇഷ്ടം, ഞാൻ എന്ത് വേണം ചെയ്തോളാം, തനിക്കതറിന്റെ കാര്യമില്ല എന്ന് പറയണം. പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു, അതല്ലേലും അങ്ങനെയാ, എനിക്കറിയേണ്ട കാര്യമില്ല, പക്ഷെ എനിക്കറിയേണ്ട വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയാലോ, അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണേ. ഈ സമയം ശ്രീഹരിക്കും മിത്രനൊക്കെ മനസ്സിലായി, ഇവൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് മിത്രം പറഞ്ഞു, അതേ അനിയെ തടി കേടാവണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോകാൻ നോക്കാൻ പറയണം. ശ്രീഹരി പറഞ്ഞു, ശരിയാ, സേതുവേണ്ണ അടഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കത്തില്ല, അറിയാലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റാൻഡ് കാലിയാക്കാൻ പറയാണ്. പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു, അതേ അങ്ങനെ അങ്ങോട്ട് കാലിയാക്കാൻ വന്നൊന്നുമല്ല ഞാൻ, എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയും ചെയ്യും, പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മിത്രം പറഞ്ഞു, എന്നാ നീ ഇന്ന് കൊണ്ടുകൊണ്ട് പോകത്തുള്ളൂ എന്ന് പറയണം. അല്ല സേതു, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ പൊന്നുമടത്തിലേക്ക് പോകുന്നില്ലേ? പൊന്നുമടത്തിലാണല്ലോ നിന്റെ അച്ഛനും കുടുംബം എല്ലാം താമസിക്കണമെന്ന് ചോദിക്കുക. ഓ ഇപ്പൊ അച്ഛനില്ലോ നിനക്കില്ലേ? ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയെന്ന് പറയാം. നിനക്ക് പിന്നെ അച്ഛനുമായിട്ട് വൈരാഗ്യമാണല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ. അല്ല ഇപ്പൊ നീ ആയിട്ട് പൊന്നുമടത്തിലേക്കാന്ന് പറയുന്ന കേട്ടല്ലോ എന്ന് ചോദിക്കുക. കാരണം സേതുവിനെ ശരിക്കും ഇട്ട് കളിയാക്കുന്നതാണ്. അല്ലടാ, എനിക്കൊരു സംശയം, നീ ബലിയിടാൻ പോകുന്നുണ്ടല്ലോ, പഴി പിടിച്ചുണ്ടായ നിന്നെ പോലെ ഒരുത്തം ബലി ഇട്ടിട്ടുണ്ടെങ്കിൽ കാക്ക വന്നത് കൊത്തുവോ? ആ മരിച്ചുപോയ അയാൾക്ക് നിന്റെ തന്തയ്ക്ക് ആത്മാവിൽ ശാന്തി കിട്ടുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും സേതുവിനും കൂടെ ദേഷ്യം വന്നു. ബാക്കി ആരെക്കുറിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെങ്കില് താൻ തന്നെ അച്ഛനെ പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ മറ്റൊരാൾ പറഞ്ഞു കഴിയുമ്പോൾ അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല സേതുവിന്. പെട്ടെന്ന് സേതുവിന്റെ ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യാണ്, ആ കൈയെടുത്ത് അവന്റെ കർണത്തിന് ഒറ്റയവണ്ണം കൂടെ പൊട്ടിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയം ഇന്ദ്രൻ പതുക്കെ അങ്ങോട്ട് കുനിഞ്ഞു കഴിഞ്ഞപ്പോ സേതുവിന്റെ കൈ പോയി ആ തട്ടുകടയ്ക്ക് വേണ്ടിട്ട് ഇല്ലേ മുട്ടയ്ക്ക് ഉണ്ടായിരുന്നു, അതിനിട്ട് പോയി അങ്ങോട്ട് അടിക്കുവാണ്. കൈ അങ്ങോട്ട് മുറിഞ്ഞു. ഒരു നിമിഷം കൈ മുറിഞ്ഞുകൊണ്ട് സേതു പെട്ടെന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് കൈ ഇങ്ങ് കുടയുവാണ്. ഈ സമയം മിത്രനും ശ്രീഹരിയും എത്തിച്ച്, എന്താ സേതുവേട്ടാ, എന്താ പറ്റിയെന്ന് ചോദിക്കാണ്. പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോ കയ്യെ കൂടെ ചോര ചീറ്റുന്നു. കൈക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ദ്രൻ പറഞ്ഞു, നീ എന്താടാ വിചാരിച്ചേ? നീ എങ്ങനെ അടിക്കുമ്പോ ഞാനത് കൊള്ളാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നോ? അതൊക്കെ വെറും നിന്റെ തോന്നല് മാത്രമല്ലേ സേതു എന്ന് പറയാം. ഈ സമയത്ത് ശ്രീഹരി പറഞ്ഞു, ബാ സേതുവേട്ടാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറയണേ. വേണ്ട, ഇവന്റെ രണ്ടെണ്ണം പൊട്ടിക്കാതെ എനിക്ക് എങ്ങനെ ഹോസ്പിറ്റലിൽ വരാൻ പറ്റില്ല എന്ന് പറയണേ. ഇത് സേതുവേട്ടാ, ഇവന്റെ കാര്യങ്ങളൊക്കെ ഇത് മിത്രമായിട്ട് നോക്കിക്കോളൂ എന്ന് പറയാം. മിത്രം വന്ന് ഇന്ദ്രന്റെ കോളറിനെ കൂടെ കുത്തിപ്പിടിച്ചു. നീ എന്താടാ പറഞ്ഞേ? വഴി പഠിച്ചു പോയ സന്തതിന്നോ? അത് നീ എന്നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയോട് ചോദിച്ചാൽ മതി, പക്ഷെ ഇവിടെ ചോദിക്കേണ്ട കാര്യമില്ല. പറഞ്ഞു കേട്ടല്ലോ, സേതുവേട്ടനുണ്ടല്ലോ ആരുടെ മോൻ എന്നറിയോ? മാധവമേനന്റെ മോൻ തന്നെയാ, അതിന് ഒരു വ്യത്യാസമില്ല. ഇനിയിപ്പൊ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ നീ നിന്റെ വീട്ടിൽ പോയി തീർത്താ മതി. പറഞ്ഞു കേട്ടല്ലോ, അവന്റെ ഒരു സംശയമായിട്ട് വന്നിരിക്കുന്നു. ഈ സമയം മിത്രം പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, നീ സേതുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോക്കും, ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറയണേ. ഇവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാതെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് പറയണം. ഈ സമയം സേതു പറഞ്ഞു, അങ്ങനെ ഇവനെ വിട്ടിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് സേതു ആ വയ്യാത്ത കൈയും വെച്ചിട്ട് അവനിട്ട് കൊടുക്കുവാണ്. ഈ സമയം ശ്രീഹരിയൊക്കെ തടയാൻ ചെന്നു, പക്ഷെ അതൊന്നും സേതു കൂട്ടാക്കില്ല. സേതുവിന്റെ അരിശവും ദേഷ്യവും മൊത്തം അങ്ങോട്ട് തീർക്കുവാണ്. അവന് ഒരു വിധത്തിൽ പഞ്ഞിക്കിട്ടും. പിന്നീട് നോക്കുമ്പോൾ സേതുവിന്റെ കൈ കൂടെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുക. പിന്നീട് ശ്രീഹരി പോയി വണ്ടി എടുത്തുകൊണ്ട് വന്ന് സേതുവിനെ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് സേതുവിന്റെ കൈക്ക് നല്ല വേദനയുണ്ടായിരുന്നു. പെട്ടെന്ന് ശ്രീഹരി പറഞ്ഞു, അവൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ വന്ന സേതുവേട്ട, എനിക്കത് അപ്പോഴേ ഉറപ്പുണ്ടായിരുന്നു, അവനിട്ടുള്ള ഇനിയുള്ളത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുവാണ്. അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം കൈയൊക്കെ ഡ്രസ്സ് ചെയ്യാനായിട്ട് ഇരിക്കുവാണ്. ഈ സമയത്താണ് പല്ലവിയുടെ കോള് വരുന്നത്. പല്ലവി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ സേതു നോക്കണം, പല്ലവിയാണ് വിളിക്കുന്നത്. എന്താ ചെയ്യുന്നത്? ശ്രീഹരി മേടിച്ചിട്ട് ഞാൻ സംസാരിക്കാൻ പല്ലവി ചേച്ചിയെന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് മേടിക്കുകയാണ്. സേതുവേട്ടാന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയപ്പം ശ്രീഹരി, അതെ ഞാൻ ശ്രീഹരി എന്ന് പറയണം. അല്ല സേതുവേട്ടൻ എന്ത് ചെയ്യുന്ന ചോദിക്കും. സേതുവേട്ടൻ ഹോസ്പിറ്റലാന്ന് പറയണം. ഹോസ്പിറ്റലാ? എന്ത് പറ്റി? അല്ല കൈക്ക് ചെറിയൊരു മുറിവോ? ആകപ്പാടെ ആദ്യമായിപ്പോയി പല്ലവിക്ക്, ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അതെ ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല പല്ലവി ചേച്ചി, ഒരു ചെറിയ മുറിവ്, ഒരു ചെറിയൊരു ആക്സിഡന്റ് ആന്ന് പറയണം. ആക്സിഡന്റോ? അതോടെ കേട്ട് കഴിഞ്ഞപ്പോ പല്ലവിക്ക് വല്ലാത്ത വെപ്രാളമായി. എവിടെയാന്നൊക്കെ ചോദിക്കുവാണ്. ഹോസ്പിറ്റലിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. ശരി ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാന്ന് പറയാം. ഇത് കേട്ടതും വരണ്ടാന്ന് പറയാൻ നാവെടുത്തപ്പോഴത്തേനും കോളങ്ങോട് കട്ടായിപ്പോയി. പിന്നീട്
പല്ലവി വീട്ടിൽ നിന്ന് ധൃതി പിടിച്ചിറങ്ങുമ്പോ പാറു ചോദിച്ചു, ചേച്ചി എങ്ങോട്ടാ ഇപ്പൊ പോകുന്നതെന്ന് ചോദിക്കാം. അതെ, അത്യാവശ്യമായിട്ട് എനിക്ക് പുറത്തു വരെ പോകണം. ഇപ്പോഴോ? ഇതെന്ത് പറ്റി? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം, ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞോണ്ട് പല്ലവി അങ്ങോട്ട് പെട്ടെന്ന് പോവാണ്. ഈ ചേച്ചിക്ക് ഇത് എന്ത് പറ്റിയെന്ന് ഓർത്ത് പാറു അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് പല്ലവി നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ഈ സമയത്ത് സേതുവിന്റെ കൈ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ സേതുവിനെ കണ്ടു പല്ലവിക്ക് വല്ലാത്തൊരു വിഷമമായി പോയി. പെട്ടെന്ന് പല്ലവി ഒന്നു ചോദിച്ചു, എന്താ സേതുവേട്ടാ, എന്ത് പറ്റിയതാന്ന് ചോദിക്കുവാണ്. ശ്രീഹരി പറഞ്ഞു, അതൊക്കെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാന്ന് പറയാം. സേതുവിന്റെ മുഖം കണ്ടപ്പം പല്ലവിക്ക് വല്ലാത്ത വിഷമം, വല്ലാത്ത സങ്കടവും വന്നു. സേതു ചോദിച്ചു, നീ എന്തിനാ ഇപ്പൊ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നേ? ഒരു ചെറിയ മുറിവ് എത്തപ്പോ നീ എന്തിനാ ഓടി വന്നേന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ ഞാൻ കൂടെ ഒന്നും പറയണ്ടെന്ന് പറയാണ്. പിന്നീട് നേഴ്സ് മുറിവൊക്കെ അങ്ങനെ വെച്ച് കെട്ടി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ പല്ലവി വെച്ചു, എന്താ സേതുവേട്ടാ, എന്ത് പറ്റിയാന്ന് ചോദിക്കണം. ആ സമയം ശ്രീഹരി പറഞ്ഞു, ആ ഇന്ദ്രനുണ്ടല്ലോ അവൻ വന്നിട്ട് വേണ്ടാത്ത അനാവശ്യങ്ങളൊക്കെ സേതുവേട്ടനോട് പറഞ്ഞു. അവസാനം സേതുവേട്ടന് ദേഷ്യമുണ്ട്, അവനെ അടിക്കാനായിട്ട് കൈ ഒങ്ങിയതാ. പക്ഷെങ്കില് അവൻ അങ്ങോട്ട് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞപ്പോ സേതുവേട്ടന്റെ കൈ പോയി അവിടെ ഒരു കമ്പിനിട്ട് പോയി ഇടിച്ചു. അങ്ങനെ ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സംഭവിച്ചാന്ന് മുറിവാന്ന് പറയാണ്. ഇത് കേട്ടോ പല്ലവിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സേതുവേട്ടനോട്, അവൻ പക്കാ ഫ്രോഡാന്ന്. അവനോട് സംസാരിക്കാനൊന്നും പോണ്ട കാര്യമില്ല. അറിയാലോ, അവനെപ്പോലെ എന്റെ വൃത്തികെട്ടവനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഫ്രോഡാന്ന് പറയാം. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, അവനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്, ബാക്കി ഞാൻ പിന്നീട് കൊടുത്തോളാന്ന് പറയാം. പെട്ടെന്ന് ശ്രീകോരി പറഞ്ഞു, ഇപ്പോഴൊന്നിനും ഇനിയിപ്പോ സേതുവേട്ടൻ പോണ്ട, പറഞ്ഞു കേട്ടല്ലോ, അടങ്ങി ഒതുങ്ങി വീട്ടിൽ എവിടെയെങ്കിലും പോയി കിടക്കാൻ നോക്കിയാൽ മതി എന്ന് പറയാണ്. പിന്നീട് വല്ലാത്ത സങ്കടമായിരുന്നു സേതുവിന്. അതെ, വേദനയുണ്ടോ? അല്ല, വല്ലാത്ത സങ്കടമായിരുന്നു പല്ലവിക്ക്. വേദനയുണ്ടോ സേതുവേട്ടാന്ന് ചോദിക്കാണ്. പിന്നെ വേദനയില്ലാതെ പിന്നെ ഭയങ്കര സുഖമാണ് ആ കൈയൊക്കെ നമ്മുടെ മുറിഞ്ഞു കഴിയുമ്പോൾ തോന്നുന്നതെന്ന് ചോദിക്കാം. അല്ല, ഞാൻ അതല്ലേ ചോദിച്ചേ, സങ്കടമായിട്ട് ചോദിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ കാരണമാണല്ലോ സേതുവേട്ടൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ. ആ ഇന്ദ്രൻ അവനെ എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കണം. ഡിവോഴ്സ് കേസ് എത്രയും പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുവന്നാണ് എനിക്ക് ആഗ്രഹം സേതുവേട്ടാ. ഇനി എനിക്ക് അവന്റെ കൂടെ ജീവിക്കാനും താല്പര്യമില്ല. അവൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം. പെട്ടെന്ന് സേതു പറഞ്ഞു, നീ എന്തൊക്കെയാ പല്ലവി പറയണേ? വെറുതെ അവനുമായിട്ടൊരു പ്രശ്നത്തിന് നീ പോണ്ട. പറഞ്ഞു കേട്ടല്ലോ, നീയല്ലേ പറഞ്ഞ അവൻ പക്ക ഫ്രോഡാന്നുള്ള കാര്യം. അതൊന്നും എനിക്ക് കുഴപ്പമില്ല സേതുവേട്ടാ. ഇത് അവനോട് ചോദിച്ചിട്ട് എന്നെ കാര്യം എന്ന് പറയാം. വേണ്ടാത്ത പ്രശ്നത്തിനൊന്നും പോണ്ടാന്ന് പറഞ്ഞില്ലേ. പിന്നീട് സേതുവിനും കൊണ്ട് നേരെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് പല്ലവിക്കാണ് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് സേതുവിനും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പല്ലവി. കാരണം ഒന്നും കഴിച്ചിട്ടും കൂടി ഇല്ലായിരുന്നു. ചായ കുടിക്കാൻ നിന്ന് കഴിഞ്ഞപ്പോഴാണല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ ചായ വെച്ചാരാന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി ചായയൊക്കെ വെച്ചുകൊണ്ട് കൊടുക്കുവാണ്. പിന്നെ സേതു പറഞ്ഞു, ഇതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു, വെറുതെ എന്തിനാ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടെന്ന് പല്ലവി പറഞ്ഞു, ഓഹോ, ഇതൊന്നും വലിയ കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെ, ഇതിനേക്കാളും വലിയ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്താ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കിത് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഒഴിച്ച് ചായയൊക്കെ വെച്ച് തരുന്നതാണോ വലിയ ബുദ്ധിമുട്ട്? ഇതിപ്പോ സേതുവേട്ടൻ എന്നെ സഹായിക്കാൻ വരുന്നോണ്ട് പറ്റുന്ന അല്ലെങ്കിൽ കിട്ടുന്ന കാര്യങ്ങളല്ലേ ഇതെല്ലാം എന്ന് പറയാണ്. പിന്നീട് സേതു പറഞ്ഞു, ഇനി പല്ലവി പൊക്കോ, വൈകുന്നേരം അല്ലേ ഇനി പല്ലവി പൊക്കോളാൻ പറയണം. അങ്ങനെ പല്ലവി പോകാനിറങ്ങിയപ്പോ സേതുവും ശ്രീഹരിയും കൂടെ വർത്താനം പറഞ്ഞ് അങ്ങോട്ട് ആ വഴിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. പിന്നീട് സേതുവും പല്ലവിയും ശ്രീഹരിയും ഒക്കെ വഴിയിലിറങ്ങി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല്ലവി പോകാനിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഈ വഴിയിൽ നിന്നുള്ള സംസാരം. അപ്പോഴാണ് അങ്ങോട്ട് ബ്രോക്കറുകാരി ചേച്ചി അങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവര് സംസാരിച്ചു വയ്ക്കുന്നത് കണ്ടപ്പോഴത്തേനും ആ ചേച്ചി അങ്ങോട്ട് വരുവാണ്. സേതുവിന്റെ കയ്യിലെ കെട്ട് കണ്ടിട്ട് ചോദിച്ചു, ഇതെന്താടാ, ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കാം. ഇതാ ഇന്ദ്രനുമായിട്ടൊന്ന് കൊമ്പ് ഓർത്താന്ന് പറയണം. എന്നിട്ട് എന്ത് പറ്റി? അതൊക്കെ ഇങ്ങനെ ഉള്ളതല്ലേ, അടിയും പിടിയാകുമ്പോ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവെന്ന് പറയണേ. ആ ഇന്ദ്രനുണ്ടല്ലോ, അവൻ പക്ക ഫ്രോഡാന്ന് പറയണം. അവനെപ്പോലെ വൃത്തിയായിട്ടവനെ ഞാൻ കണ്ടിട്ടില്ല. പാവം പല്ലവിമാള്. എനിക്കിപ്പോ സങ്കടം എന്താണെന്നറിയോ, ഇവളെ പോലെ നല്ല പൊന്നുംകുടത്തിനെ പോലെ ഒരു പെങ്കുച്ചിനെ ഞാൻ അവനെപ്പോലെ ഒരു ദുഷ്ടന്റെ തല കെട്ടി വെച്ചല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് സമാധാനക്കേട്. അവനൊരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു എന്നെ വെല്ലുവിളിക്കാനായിട്ട്. അവൻ ഞാൻ കണ്ടം വഴി ഓടിച്ചെന്ന് പറയാം. ഈ സമയം സേതു പറഞ്ഞു, ഇനി ഇപ്പൊ അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ടെന്ന് പറയാം. പെട്ടെന്ന് പല്ലവി പറഞ്ഞു, എനിക്ക് തലവരെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ജാതകത്തിൽ വല്ലതും ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അപ്പൊ അതോർത്തന്നെ എനിക്ക് ടെൻഷൻ ഇല്ല ചേച്ചി എന്ന് പറയാം. എന്നാലും മോളുടെ ജീവിതം ഞാനായിട്ട് നശിപ്പിച്ചല്ലോ. അതൊന്നും കുഴപ്പമില്ല ചേച്ചി വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയാം. എന്നെങ്കിലേ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് പോവാ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോ തന്നെ സേതു പല്ലവിനെ തന്നെ നോക്കി എന്നപ്പം ബ്രോക്കറുകാരി ചേച്ചി ചോദിച്ചു, എന്താടാ നിനക്ക് എന്താ അങ്ങോട്ട് സൈഡ് വലിയ പല്ലവി പോയി കഴിഞ്ഞിട്ട് നീ എന്തിനാ അവളെ തന്നെ നോക്കണേന്ന് നിൽക്കണേ? ഒന്നുമില്ല. അല്ല, നിനക്ക് അവളെ എങ്ങനെ ഇഷ്ടപ്പെട്ട മട്ടുണ്ടല്ലോ കണ്ടിട്ട്, നിന്റെ മുഖമൊക്കെ കണ്ടിട്ട്. അങ്ങനെയൊന്നും ഇല്ല ചേച്ചി തന്നെ, വെറുതെ കള്ളത്തരം പറയില്ലേ. എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്നറിയാവോ, നീയും പല്ലവിയും നല്ല ജോഡികളാ. നിനക്ക് എന്താടാ സേതു പല്ലവിന്റെ വിവാഹം കഴിച്ചാല് നിന്റെ ജീവിതത്തിലേക്ക് അവളെ കൂട്ടിക്കൂടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സേതു വന്ന് ഞെട്ടി. മേരിക്കുടി ചേച്ചി എന്താ പറയണേന്ന് ചോദിക്കും. എന്താ ഞാൻ പറയുന്നത് സത്യമല്ലേന്ന് ചോദിക്കുകയാണ്. വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. പല്ലവി എങ്ങാൻ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവളുടെ മനസ്സിലെ ചിന്ത? ഇത്രയ്ക്ക് ചേച്ചി ഒന്നും പറയണ്ടായിരുന്നു പറയാം. ഒരു കാര്യം ചെയ്യാം,
ഞാൻ അവളോട് പോയി സമ്മതം ചോദിക്കട്ടെ? എന്റെ പൊന്നു ചേച്ചി, ദൈവത്തെ ഓർത്തിനെ ഉപദ്രവിക്കരുത്. ഞാൻ ഇങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. പിന്നെ വെറുതെ ഉള്ള സൗഹൃദത്തിനകത്ത് എന്തിനാ അത് ഇല്ലായ്മ ചെയ്യുന്നതെന്ന് ചോദിക്കാം. പെട്ടെന്ന് ചേച്ചി പറഞ്ഞു, ഇതൊക്കെ നിനക്ക് ഇപ്പൊ തോന്നും, പിന്നീട് നിനക്ക് തോന്നും കല്യാണം കഴിച്ചാലോ എന്നൊരു ചിന്തയൊക്കെ വരും. അതെ, ഈ പ്രായത്തിലൊക്കെ കല്യാണം നടക്കുള്ളൂ. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടക്കില്ല എന്ന് പറയാം. ഇതോടെ ശ്രീഹരി പറഞ്ഞു, ശരിയാ. അതെ, മേരിക്കുട്ടി ചേച്ചി പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യം കേട്ടോ. പല്ലവി ചേച്ചി ഇതുകൊണ്ട് നല്ല മാച്ചിങ്ങ രണ്ടുപേരും മേഡ് ഫോർ ഈച്ചർ ആന്ന് പറയാണ്. സ്വഭാവം കൊണ്ടും എല്ലാം കൊണ്ടും. പല്ലവി ചേച്ചി പാവം കുട്ടിയാന്ന് പറയുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല സേതുവേട്ടാ, കല്യാണത്തിന് അന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോന്നില്ലേ, പിന്നെ അതുകൊണ്ട് ഒന്നും പേടിക്കാനും ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ സേതു ഒന്നും മിണ്ടിയില്ല. മേരിക്കുട്ടി ചേച്ചി ചോദിച്ചു, എന്താടാ നീ ഒന്നും മിണ്ടാത്തെ? ഇതൊന്നും ശരിയാവത്തില്ലെന്ന് പറയണേ, എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ടെന്ന് പറയാം. ഓഹോ, അങ്ങനെയാണോ? അപ്പൊ വേണ്ടതെന്ന് വെച്ചോണ്ട് ഇങ്ങനെ മൂക്കി പല്ലി കിളുക്കാൻ ഇരിക്കുവാണെന്ന് ചോദിക്കും. എന്റെ പൊന്നു ചേച്ചി, എന്നെ ഒന്ന് വെറുതെ വിട്ടാരെ, ഞാൻ ഇച്ചിരി സന്തോഷമായിട്ട് കുറച്ചു നാളോടെ കഴിഞ്ഞോട്ടെ എന്ന് പറയാം. മേരി ചേച്ചി പറഞ്ഞു, ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി നിന്റെ ഇഷ്ടം എന്താന്ന് ചെയ്യാനും പറഞ്ഞിട്ട് മേരി ചേച്ചി അങ്ങോട്ട് പോവാണ്. ഈ സമയം ശ്രീഹരി പറഞ്ഞു, അല്ല ആ ചേച്ചി പറഞ്ഞു എന്ന് കാര്യം ഒന്ന് ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ സേതുവേട്ടെന്ന് ചോദിക്കുക. എന്ത് കാര്യം? കല്യാണക്കാര്യം. മിണ്ടാതെ പൊക്കോ അവിടുന്ന്, അവന്റെ കല്യാണക്കാര്യം കൊണ്ട് വന്നിരിക്കുന്നു. പിന്നീട് പല്ലവി നേരെ വീട്ടിലേക്ക് ചെല്ലുക. പാറു ഇറങ്ങി വന്നിട്ട്, എന്താ ചേച്ചി, എന്താ പ്രശ്നം? ചേച്ചി എന്താ പെട്ടെന്ന് പോയെന്ന് ചോദിക്കുക. പിന്നീട് പല്ലവി ആ കാര്യങ്ങളൊക്കെ പറയാണ്, സേതുവിന് അപകടം പറ്റിയ കാര്യങ്ങളെല്ലാം പറയുവാണ്. എല്ലാം കേട്ട് ഞാൻ പാറു പറഞ്ഞു, ശരിക്കും അവനിട്ട് വിളിച്ചിട്ട് രണ്ടരോടെ പൊട്ടിക്കണ്ടായിരുന്നു അവന്റെ സ്വഭാവത്തിന്. എന്താളും സേതുവേടം പൊളിച്ചടിക്കല്ലേന്ന് ചോദിക്കണം. പൊളിച്ചടിക്ക്, ഒരക്ഷരം പോലും മിണ്ടിയാക്കരുത് നീ, പറഞ്ഞു കേട്ടല്ലോ. ഇതെങ്ങാനും അമ്മയുടെ കാതിലെങ്ങാനും ചെന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പ്രശ്നം അതായി തീരും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കല്ലെന്ന് പറയാ. ഇത് കേട്ടതും അവള് പറഞ്ഞു, പാറു പറഞ്ഞു, ഇല്ല ഞാനൊന്നും ആരോടൊന്നും പറയാനൊന്നും പോകുന്നില്ല ചേച്ചി എന്ന് പറയാ. പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സേതുവിന് വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം മേരിക്കുട്ടി ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ, നിനക്ക് അവളെ എന്തുകൊണ്ടാണ് സേതു ജീവിതത്തിലേക്ക് കൂട്ടിക്കൂടെ? നീയും തന്നെയല്ലേ ഉള്ളൂ, അവൾക്കൊരു കൂട്ടാവൂലെന്നൊക്കെ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. വേണ്ട, അത് വേണ്ട. ഒരു പക്ഷെ അവൾക്ക് സമ്മതമല്ലായിരിക്കും. താൻ വെറുതെ ഒരു പ്രപ്പോസലുമായിട്ട് ചെന്ന് കഴിയുമ്പോൾ അവൾക്ക് നല്ല വിദ്യാഭ്യാസം കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവളുടെ മുന്നിൽ നാണം കെട്ടി തലകുണിച്ച് നിൽക്കേണ്ടതായിട്ട് വരും. തന്നെ അവൾ വെറും ഫ്രണ്ടായിട്ടാ കാണുന്നെങ്കിൽ പിന്നെ ഇതിൽ പര നാണക്കേടൊന്നും വേറെ വരാനില്ല. അതുകൊണ്ട് വേണ്ടാന്ന് കരുതി സേതു ഇരിക്കുകയാണ്. പിന്നെ രാത്രി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി വിളിക്കുക സേതുവിനെ. കൈയുടെ വേദന കുറവുണ്ടോന്നൊക്കെ ചോദിക്കാനായിട്ടായിരുന്നു വിളിച്ചത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് സേതു പറഞ്ഞു, അതെ ഇനി കിടന്നുറങ്ങിക്കോളാൻ പറയാണ്, ഇവിടെ എല്ലാരും ഉണ്ടെന്നുള്ള കാര്യം അറിയാലോ. അതൊന്നും കുഴപ്പമില്ല സേതുവേട്ടാ, സംസാരിച്ചോളാൻ പറയാ. പിന്നീട് അവര് കുറെ സമയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം അച്ചു ഒന്ന് നോക്കി. അച്ചുവിന് മനസ്സിലായി സേതുവേട്ടൻ ലൈനാന്ന് തോന്നി വിളിക്കുന്നത്. പല്ലവി എന്നുള്ള പേരുള്ള ആ കുട്ടി മിക്കവാറും അവളായിരിക്കും വിളിക്കുന്നത്. കൊള്ളാം, ഭയങ്കര മുഖത്ത് സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ അച്ചു വന്നപ്പോ തന്നെ കൈയുടെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സേതുവിനോട്. അപ്പൊ സേതു പക്ഷെ വിട്ടൊരു കാര്യം കൂടെ തുറന്നു പറഞ്ഞില്ല. കാരണം അത് പറയാൻ സേതുവിന് വല്ലാത്തൊരു നാണക്കേട്. അതുകൊണ്ടാണ് സേതു അത് പറയായിരുന്നേ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലെന്നറിയാം. അല്ലെങ്കിൽ തന്നെ സേതുവിന് അവിടെയുള്ള ഒറ്റ ഇടത്തിനെ കണ്ണെടുത്താ കണ്ണുകൂടാ. തന്റെ അച്ഛനെ പോലും ഇഷ്ടമില്ല. പിന്നെ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ബലി ഇടുന്നതെന്നുള്ള രീതിക്കാണ് സേതു അവിടെ നിൽക്കുന്നത് തന്നെ. ഈ സമയത്ത് പൂർണിമയുടെ ഫോണിലേക്ക് പ്രതാപം വിളിക്കുകയാണ്. പ്രതാപം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതേ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടോ പൂർണിമ വെച്ചു, എന്ത് പ്രശ്നം? അതൊക്കെ ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമില്ല, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാന്ന് പറയാണ്. പൂർണിമയ്ക്ക് ഇത് കേട്ടോ വല്ലാത്ത ടെൻഷനായി. പ്രതാപൻ ഇനി എന്തായിരിക്കും പറയാനുള്ളത്? ആ ഒരു കാര്യം ഓർത്തപ്പോ ഇനിയിപ്പോ എന്തെങ്കിലും അപകടം വരാൻ പോവാണോ, അതോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും കാര്യമാണോ എന്നൊരു ചിന്ത പൂർണിമയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.